എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, ദുനിയാവിന്റെ അലങ്കാരം കണ്ട് ദുനിയാവിന്റെ പ്രൗഢിയിൽ കണ്ണും ചാർന്നു നിന്ന് ഏതെങ്കിലും ഒരാളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സ്നേഹിക്കുമ്പോ അവന് ഫാസിഖായി കൂടാ, കാഫിറായി കൂടാ, മുനാഫിഖായി കൂടാ, മുബ്തദിആയി കൂടാ. മുസ്ലിമിന്റെ പേരുണ്ടെങ്കിലും അല്ലാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ല, അവൻ യുക്തിവാദിയാണ്. മഹാന്മാരുടെ ബഹുമാനങ്ങളിൽ ഈമാനില്ല. അവന്റെ കയ്യിൽ നിനക്ക് കാണാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല, ദുനിയാവിന്റെ വിശാലതയാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ അല്ലാഹു കൊടുത്തിട്ടുള്ളത്, ഇഷ്ടം പോലെ കൊടുത്തത് മുഅ്മിനീങ്ങളല്ലാത്തവർക്കല്ലേ. ഇന്നും ലോകതലത്തിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം വിലക്കെടുക്കാൻ മാത്രമുള്ള സമ്പത്തിന്റെ സമൃദ്ധിയുള്ളത് ഒരു മുഅ്മിനിന്റെ കയ്യിലല്ല. അതുകൊണ്ടൊരു നിലവാരമുള്ള സംഗതിയല്ല അത്. ദുനിയാവ് കണ്ടുകൊണ്ട് മാത്രം ഒരാളെ കൂട്ടുകാരനാക്കരുത്. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനാ, നിന്റെ സഹവാസം മുഅ്മിനോട് വേണം. ഏത് കൂട്ടുകാര് പിരിഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ആഖിറത്തിലെ കൂട്ടുകാരാകണം. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ. ചങ്ങാതിമാര് മുഴുവനും വന്ന് പരസ്പരം എതിർക്കുന്നവരാണ്. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ്. ഖിയാമത്ത് നാളിൽ എല്ലാ കൂട്ടുകാരും പരസ്പരം എതിരാളികളാണ്, ശത്രുക്കളാണ്. തിന്മയിൽ ഒത്തൊരുമിച്ച് നിന്നവർ പറയും, നീയല്ലേ എന്നെ കള്ളു കുടിപ്പിച്ചത്, നീയല്ലേ ആ പെണ്ണുമായി എന്നെ ബന്ധപ്പെടുത്തിയത്, നീയല്ലേ എന്നെ മോഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, നീയല്ലേ എന്നെ കൊട്ടേഷൻ സംഘത്തിൽ പെടുത്തിയത്, നീ എന്നല്ലേ മയക്കുമരുന്നിൽ എന്നെ ലാഭക്കൂറുകാരനാക്കിയത്. ഇങ്ങനെ ഓരോരുത്തരും എതിർപ്പ് പറയുമ്പോ എതിർക്കാത്ത ഒരു വിങ്ങുണ്ട്, ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളൊഴികെ. അവരൊരുമിച്ചാണ്, അവര് പരസ്പരം എതിർപ്പില്ല, പരസ്പരം സഹായിക്കുന്നവരാണ്, പരസ്പരം കൈപിടിക്കുന്നവരാണ്, കൈകോർക്കുന്നവരാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നവരാണ്. അതേ സമയത്ത് നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഫാസിഖാണെങ്കിൽ, ഒരു മുനാഫിഖാണെങ്കിൽ, ഒരു അധർമ്മിയാണെങ്കിൽ, ഒരു തെമ്മാടിയാണെങ്കിൽ, ഒരൊറ്റ വക്തും നിസ്കരിക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ, നീ മരിക്കുമ്പോ നിന്റെ തൊട്ടടുത്തിരിക്കുന്നത് അവനാണെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് വരുമോ? നിന്റെ ആത്മാവിനെ സന്തോഷം കൊണ്ടുപോകേണ്ടത് അവരല്ലേ, റഹ്മത്തിന്റെ മലക്കുകളല്ലേ മുഅ്മിനീങ്ങളെ റൂഹിനെ കൊണ്ടുപോകുന്നത്. അല്ലാത്തവരെ റൂഹിനെ കൊണ്ടുപോകുന്നത് അദാബിന്റെ മലക്കുകളല്ലേ. 500 മലക്കുകൾ ഇറങ്ങി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തത് കാണാം. ആ 500 മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളാണോ? അവര് വരുന്നത് സ്വർഗത്തിലെ കഫംപുടയുമായിട്ടാണ്. അതേ സമയത്ത് ഇങ്ങോട്ടടുക്കാൻ തടസ്സമുണ്ടെങ്കിലോ അവര് മാറി നിന്ന് പോയി. കാരണം ഈ മുഅ്മിനായ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ മുഅ്മിനല്ല, അവൻ ഫാസിഖാണ്, അവൻ ഫാജിറാണ്, അവൻ മുനാഫിഖാണ്. അതുകൊണ്ട് മലക്കുകൾ ബഹുദൂരം അകന്നു നിൽക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ 500 ആള് വരുന്നു. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകാൻ പിടിക്കുന്ന കടമയെ അസ്രായീലിനുള്ളൂ, കൊണ്ടുപോകുന്നത് അസ്രായീൽ അല്ല അലൈഹിസ്സലാത്തു വസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാം അല്ല കൊണ്ടുപോകുന്നത് മലായിക്കത്തുർ റഹ്മ അല്ലെങ്കിൽ മലായിക്കത്തുൽ അദാബ്. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ ചാരത്ത് വന്നങ്ങനെ നിൽക്കണം. എത്ര സമയം വരെ നിൽക്കും? നമ്മുടെ ജനാസ, നമ്മുടെ ഭൗതിക ശരീരം വീട്ടിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു ടൈം വരെ റഹ്മത്തിന്റെ മലക്കുകൾ കൂടെയുണ്ട്. എത്ര ആളെ ജനാസ കൊണ്ടുപോകുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മലക്കുകളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വഹാബിമാരുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഹദീസിൽ കാണാം.
മലക്കുകളുടെ സാന്നിധ്യത്തെ പറ്റി പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു അവരുടെ ജനാസക്കുള്ള ബഹുമാനം തങ്ങൾ പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മബന്ധത്തിന്റെ പേരിൽ ഒന്ന് ജനാബത്ത് കുളിക്കാൻ പോലും കാത്തു നിൽക്കാതെ തങ്ങളെ വിളിയാളം കേട്ടപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വാഹനവും എടുത്ത് പെട്ടെന്ന് പുറപ്പെട്ടതുകൊണ്ട് ജനാബത്തായി ഷഹീദായി പോയ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്. ഈ വിവരം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പോയി നോക്കാൻ ശരീരമാസകലം വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് അവർ കാണാണ്. കുളിപ്പിക്കുന്നവരെ സ്വഹാബത്ത് കാണുന്നില്ല, വെള്ളം ഒഴുകുന്നത് കാണുന്നു. മലക്കുകളെ മലക്കിൻ്റെതായ ഹഖീഖത്തൻ രൂപത്തിൽ കാണാനുള്ള കഴിവ് അംബിയാഇനല്ലേ അല്ലാഹു നൽകിയത്. മലക്കിനെ മലക്കിൻ്റെതല്ലാത്ത രൂപത്തിൽ അംബിയാക്കളല്ലാത്തവരും കാണും, മനുഷ്യരൂപത്തിൽ കാണും. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി മറിയം റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മലക്ക് വന്നത് എങ്ങനെയാണ്? ബശറൻ സവിയ്യ, സമ്പൂർണ്ണ മനുഷ്യനായ രൂപത്തിലാണ് വന്നത്. അങ്ങനെ വരും. അതേ സമയത്ത് മലക്കിനെ മലക്കിൻ്റെതായ രൂപത്തിൽ ഹഖീഖത്തൻ രൂപത്തിൽ അംബിയാഇനെ കാണാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹൻദല റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുന്നു. ആ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതും മലക്കുകളെ സാന്നിധ്യത്തിന്റെ ആധിക്യം തങ്ങൾ പറയുന്നു. ഒരുപാട് മലക്കുകൾ വന്നുപോയി. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങിപ്പോയി. കാരണം മലക്കുകൾക്ക് വലിയ സ്ഥാനം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അല്ലാഹു നൽകിയിട്ടുണ്ട്. മുആവിയത്ത് ബിൻ മുആവിയ